ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു എഗ് ബുർജിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇതിനു വേണ്ടി 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ്. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് വേണ്ട മുട്ട ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട ഞാൻ അതുപോലെ നന്നായി ഒന്ന് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും മസാലയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മുട്ട ചിക്കിയതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എഗ് ബുർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഞാനപ്പോൾ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക. നമുക്ക് കറിയൊന്നും ഇല്ല വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ് ബുർജി അഥവാ മുട്ട ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ബുർജി അഥവാ മുട്ട ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.